നമുക്ക് മധ്യ കേരളത്തിലേക്കൊന്ന് പോകാം. റോഷിപാൽ, മധ്യ കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഇടുക്കിയിൽ വേനൽമഴ ചെറുതായി പെയ്തു തുടങ്ങുന്നുണ്ട്. പഴയ എതിരാളികൾ തന്നെയാണ് ഇക്കുറിയും ഇടുക്കിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഇടുക്കിയിലെ കാറ്റ് ആർക്കൊപ്പമായിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷയോടെ ബാക്കി നിൽക്കുകയാണ്. മുന്നണി സമവാക്യങ്ങളൊക്കെ കേരള കോൺഗ്രസ് മാറ്റിയതിനു ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണല്ലോ ഇത്. എങ്ങനെയാണ് ഇന്ന് മധ്യ കേരളത്തിൽ ആരൊക്കെ എവിടെയൊക്കെ പത്രിക സമർപ്പിച്ചു? തെരഞ്ഞെടുപ്പ് രംഗം അത് കൂടുതൽ വിവാദങ്ങൾ, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി അടക്കം വന്ന് നടത്തുന്ന സ്റ്റാർ ക്യാമ്പയിനുകൾ അതൊക്കെയായി കൊഴുക്കുകയാണോ? സുജയ, മധ്യകേരളത്തിൽ ഏറ്റവും പ്രധാനമായ മത്സരം നടക്കുന്ന തൃശൂർ, ആലപ്പുഴ മണ്ഡലങ്ങൾ ഏറ്റവും വാശിയേറിയ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം കൂടിയാണ് ഇത്. അതിലൊന്ന് തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുന്നു. മാത്രവുമല്ല, പ്രധാനമന്ത്രി 2 വട്ടം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പ്രചാരണത്തിനെത്തിയ മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. ആലപ്പുഴയിൽ കോൺഗ്രസിന്റെ ദേശീയ നേതാവ്, കോൺഗ്രസിന്റെ 2ാം നേതാവ്, രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ 2ാമത് ചുമതലയുള്ള നേതാവ് എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും കെ സി വേണുഗോപാൽ. കെ സി വേണുഗോപാലിന്റെ തട്ടകമായ ആലപ്പുഴയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം അംഗത്തിനെത്തുന്നു. അതുകൊണ്ട് തന്നെ ആലപ്പുഴ ശ്രദ്ധേയമാവുന്നു. അതിനപ്പുറത്ത് എവിടെ മത്സരിച്ചാലും പരമാവധി വോട്ട് ശേഖരിക്കുന്ന BJPയുടെ ഏറ്റവും മുതിർന്ന നേതാവ് കൂടിയായ ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യം കൂടെ അവിടെ ഇരു മുന്നണികൾക്കും വെല്ലുവിളിയായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആലപ്പുഴ മണ്ഡലം ശ്രദ്ധേയമാവുന്നത്. കോട്ടയമാണെങ്കിൽ കേരള കോൺഗ്രസ് 2 വിഭാഗങ്ങൾ തമ്മിൽ നേർക്കുനേർ പോരാട്ടം നടത്തുന്ന മണ്ഡലം. നേരത്തെ UDFിനൊപ്പം ഉണ്ടായിരുന്നപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് വിജയിക്കാൻ സാധിച്ച മണ്ഡലം. അവിടെ ഈ തവണ UDFിന് വേണ്ടി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും LDFിന് വേണ്ടി കേരള കോൺഗ്രസ് മാണി വിഭാഗവും നേർക്കുനേർ പോരാടുന്നു. അവിടെ ആര് ജയിക്കുമെന്ന് കാത്തിരുന്ന് കാണണം. ഈ കേരള കോൺഗ്രസിൻ്റെ തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ ആ ഒരു എഫക്റ്റ് ഇടുക്കിയിലും വന്നേക്കാം. അന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗവും എല്ലാവരും ഒരുമിച്ച് ഉണ്ടായിരുന്ന ഘട്ടമായിരുന്നു. പക്ഷേ ഇന്ന് മാറിയത് കൊണ്ട് തന്നെ ഇടുക്കി UDFിന് നിലനിർത്താൻ കഴിയുമോ എന്നതൊക്കെ അറിയാം. ഇനി ഏതാണ്ട് 21 നാൾ മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോളിങ്ങിനുള്ളത്. ആ ഘട്ടത്തിൽ പരമാവധി വേഗത്തിൽ വോട്ടർമാരെ നേരിട്ട് കാണാനുള്ള ശ്രമമൊക്കെ സ്ഥാനാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ട്. എറണാകുളം ജില്ലയെ നോക്കിക്കഴിഞ്ഞാൽ എറണാകുളത്ത് വലിയ വാശിയേറിയ പ്രചാരണ ചൂടില്ല. കാരണം പൊതുവേ ഇതേ രീതി തന്നെയാണ് എറണാകുളത്ത്. തൊട്ടടുത്ത് ചാലക്കുടിയിൽ വാശിയേറിയ മത്സരമുണ്ട്. കാരണം 2020 UDFിന് വെല്ലുവിളിയാകുമെന്ന പരക്കെ അഭ്യൂഹമുണ്ട്. അതുകൊണ്ട് തന്നെ UDF സ്ഥാനാർത്ഥി, UDFിൻ്റെ മുൻ കൺവീനർ കൂടിയായ ബെന്നി ബെഹനാൻ അടക്കമുള്ളവർ വലിയ പ്രചാരണത്തിലാണ്. തൃശ്ശൂരാണ് ഏറ്റവും ആകർഷമായ മത്സരം, ഏറ്റവും വാശിയേറിയ മത്സരം. കേരളമാകെ കാത്തിരിക്കുന്ന, കണ്ണും കാതും കൂർപ്പിച്ച് തൃശ്ശൂരെ മത്സരം, അവിടെയുള്ള പ്രചരണം എങ്ങനെയാണ്, അവിടുത്തെ ഓരോ ചലനങ്ങളും കേരളമാകെ ശ്രദ്ധിക്കുന്നുണ്ട്. ദേശീയ ശ്രദ്ധയും ആകർഷിക്കുന്ന മത്സരമാണ് തൃശ്ശൂരും നടക്കുന്നത്. ഏതായാലും മധ്യ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും പ്രചാരണം ശക്തമാണ്. അത് എറണാകുളം ഒഴിച്ചു നിർത്തിയാൽ. എറണാകുളത്ത് വലിയ ആവേശമില്ല, വലിയ ചൂടില്ല.